أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം, അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ ഈമാനോടുകൂടി ക്രമപ്പെടുത്താനുള്ള അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മനുഷ്യരായ വിശ്വാസികളായ നാം ജീവിതത്തിൽ സംഭരിച്ചു വെക്കേണ്ട, സൂക്ഷിച്ചു വെക്കേണ്ട 3 കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച 2 കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചകളിലൂടെ ഞാൻ സൂചിപ്പിച്ചത്. ഒന്നാമത്തേത് ഖൽബൻ ഷാക്കിറ, നന്ദിയുള്ള ഒരു ഹൃദയം, വലിസാനൻ ദാക്കിറ, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ഒരു നാവ്. മൂന്നാമതായിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചത് വസൗജത്തുൻ മുഅ്മിനത്തുൻ തുഈനു അഹദകും അലാ അംരിൽ ആഖിറ, പരലോകത്തിന്റെ കാര്യത്തിനു വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു ഭാര്യ, ഒരു ഇണ, അത് ജീവിതത്തിൽ ഉണ്ടാകുക എന്നത് വളരെ ശ്രേഷ്ഠകരമായ, അനുഗ്രഹീതമായ ഒന്നാണ് എന്നതാണ്. ജീവിതത്തിൽ എന്ത് അനുഗ്രഹങ്ങൾ ഉണ്ടായാലും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയാൽ ഒരു മനുഷ്യന്റെ താളം പിഴക്കും. അതൊരു മനുഷ്യന്റെ എല്ലാ തലത്തിലുമുള്ള ജീവിതത്തെയും ബാധിക്കും. ഒരുപക്ഷെ പല കാര്യങ്ങളെ കൊണ്ട് അങ്ങനെയുള്ള മനുഷ്യന്മാരെ ശ്രദ്ധയില്ലാത്തവരാണ്, അലസന്മാരാണ്, കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമില്ലാത്തവരാണ് എന്നൊക്കെ അറിയാതെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ടാകും. കുടുംബത്തിൽ നിന്ന്, വീട്ടിൽ നിന്ന് ലഭിക്കേണ്ട, അതൊരാണിനാണെങ്കിലും ഒരു പെണ്ണിനാണെങ്കിലും കുടുംബത്തിൽ നിന്ന് ലഭിക്കേണ്ട ഒരു സന്തോഷവും സമാധാനവും, ആ സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു ഇണയെ, ഒരു തുണയെ ജീവിതത്തിൽ ലഭിക്കുക എന്നത് വലിയ അനുഗ്രഹമാണ്. കുറെ സമ്പത്തോ നല്ല സൗകര്യങ്ങളോ നല്ല വാഹനമോ നല്ല ജോലിയോ എന്തുണ്ടായാലും വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സമാധാനമില്ലാത്ത ഒരവസ്ഥയുണ്ടാകുക എന്നത് അത് വലിയ പരീക്ഷണമാണ്. അതിന് നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായ കാര്യങ്ങളാണ് നാം എല്ലാത്തിനും സെലക്ട് ചെയ്യാറുള്ളത്. നമ്മുടെ വസ്ത്രം നാം സെലക്ട് ചെയ്യുന്നതാണ്,
നമ്മുടെ വാഹനം നാം സെലക്ട് ചെയ്യുന്നതാണ്, നമ്മുടെ വീടിന്റെ സൗകര്യങ്ങൾ നാം സെലക്ട് ചെയ്യുന്നതാണ്. കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക് ഒരു ഭാര്യയെ അതല്ലെങ്കിൽ ഒരു ഭർത്താവിനെ അത് സമാധാനമുള്ളതായി തീരാനുള്ള സെലക്ഷൻ എന്നത് നാം നടത്തേണ്ട ഒന്നാണ്. അത് വളരെ ഗൗരവത്തോടുകൂടി വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ഒന്നാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തുൻകിഹുൽ മർഅതു ലി അർബഇൻ, 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും വിവാഹം നടക്കാറുള്ളത്. ഒന്ന് ലിമാലിഹ, സമ്പത്തിന് വേണ്ടി വിവാഹം കഴിക്കുന്ന ആളുകളുണ്ടാകും. അവ സമ്പത്ത് നോക്കി വിവാഹം കഴിച്ച ആളുകളുണ്ടാകും. പ്രത്യേകിച്ച് പഴമയെ കുറ്റപ്പെടുത്തുകയല്ല, പഴയ കാലത്ത് അങ്ങനെയൊക്കെ ഒരവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. നമ്മുടെ അതേ സമ്പത്തുള്ള, നമ്മുടെ അതേ തറവാടുള്ള, നമ്മുടെ അതേ തറവാടിന്റെ പേരുള്ള, തറവാടിന്റെ പേര് എത്രത്തോളം മോശമാണ് നല്ലതാണ് എന്നതൊക്കെ നാട്ടുകാർ തീരുമാനിക്കും. പക്ഷെ നമുക്ക് തോന്നും നമ്മൾ എന്തൊക്കെയോ വലിയ സംഭവമാണ് എന്ന്. അപ്പൊ ഇങ്ങനെ സമ്പത്തിന് വേണ്ടി വിവാഹം കഴിക്കുന്ന ആളുകളുണ്ട്. രണ്ടാമത്തേത് വലി ഹസബിഹ, തറവാട് നോക്കി വിവാഹം കഴിക്കുന്ന ആളുകളുണ്ട്. വലി ജമാലിഹ, സൗന്ദര്യം നോക്കി വിവാഹം കഴിക്കുന്നവരുണ്ട്. വലി ദീനിഹ, മതബോധം നോക്കി വിവാഹം കഴിക്കുന്നവരുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദ്ഫർ ബിദാത്തിദ്ദീൻ, മതബോധമുള്ളവളെ നോക്കി വിവാഹം കഴിച്ച് നീ നിന്റെ ജീവിതത്തിൽ വിജയിക്കും. തെരിബത് യദാക്, നിന്റെ കയ്യിൽ കുറച്ച് മണ്ണ് പുരണ്ടാലും, ഒരുപക്ഷെ സമ്പത്ത് കുറഞ്ഞതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും, കുറച്ച് അധിക സമയം പണിയെടുക്കേണ്ടി വരും, അധ്വാനിക്കാൻ വേണ്ടി കുറച്ചധിക സമയം മാറ്റിവെക്കേണ്ടി വരും. എന്നാലും ഉള്ള സമയം വീട്ടിലെത്തുമ്പോ ഒരു സന്തോഷവും സമാധാനവും വേണോ എങ്കിൽ മതബോധമുള്ളവളെ നോക്കി നീ വിവാഹം കഴിക്കണം, എങ്കിൽ നിനക്ക് ജീവിതത്തിൽ വിജയിക്കാം എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചു. അപ്പൊ നമ്മിൽ അധികം ആളുകളും വിവാഹം കഴിച്ച ആളുകളായിരിക്കും. നമ്മൾ പിന്നെ അത് വെച്ച് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് ശരിയാക്കുകയേ നടക്കുകയുള്ളൂ. പക്ഷെ നമ്മുടെ മക്കൾക്ക് വിവാഹം അന്വേഷിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒന്നാമത്തെ അജണ്ട അതാണ്. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും. പഴയ കാലം പോലെ ഒരു 50 വർഷം ഒരു കുടുംബം തന്നെ, ഒരു തറവാട് തന്നെ പണക്കാർ, ആ കാലത്തു നിന്നൊക്കെ വിട്ടുപോയി. ഇപ്പൊ ഒരു 2-3 വർഷം കൊണ്ടൊക്കെ ആരാണ് സമ്പന്നരാകുക, ആരാണ് പണമുള്ളവരാകുക എന്നതൊക്കെ നമുക്ക് ഒരു നിഗമനത്തിലെത്താൻ കഴിയാത്ത അത്ര ലോകം വികസിച്ചു കഴിഞ്ഞു. നമ്മൾ നോക്കേണ്ടത് എന്താണ്? നല്ല ഉമ്മയുടെ പെൺകുട്ടികൾ, അതാണ് ഏറ്റവും പ്രധാനം. നല്ല ഉമ്മ എന്നത് ഏറ്റവും പ്രധാനമാണ്. അതാണല്ലോ നബിയും പറഞ്ഞത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതത്തിൽ സംഭരിച്ചു വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് ആരാണ്? ദീനുള്ള ഒരു ഭാര്യയെയാണ്, മതബോധമുള്ള ഒരു ഭാര്യയാണ്. ആ ഭാര്യയാണ് ഒരു ഉമ്മയായി തീരുക. അപ്പൊ നല്ല സ്വഭാവവും നല്ല സംസ്കാരവും നല്ല പെരുമാറ്റവും നല്ല ആരാധനാശീലങ്ങളുമുള്ള ഒരു ഉമ്മയുടെ മകളായാൽ ഒരു പരിധിവരെ ആ കുട്ടി നന്നാകും. അത്രയ്ക്ക് നമുക്ക് നോക്കാൻ കഴിയുള്ളൂ. നല്ല കുടുംബത്തിൽ ജനിച്ച, ആരാധനകൾ ശ്രദ്ധിക്കുന്ന, ആരാധനകളിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ? ഒരു കുടുംബത്തിലെ ഉമ്മയും ഉപ്പയും പ്രശ്നമാണ്. രണ്ടുപേരും ആരാധനകളിലൊക്കെ വളരെ ഉഷാറാണ്. ഉമ്മയെ ആദരിക്കാത്ത ഉപ്പ, എന്നാൽ നിസ്കരിക്കുന്ന ഉപ്പ, ഉപ്പയെ അനുസരിക്കാത്ത ഉമ്മ, ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഉമ്മ, ആ വീട്ടിലെ കുട്ടികൾ നന്നാവൂല. കാരണം എന്താ? ആ കുട്ടി നല്ല അനുസരണയുള്ള ഉമ്മയെ കണ്ടിട്ടില്ല. ആ കുട്ടി ഉമ്മയെ ആദരിക്കുന്ന ഉപ്പയെ കണ്ടിട്ടില്ല. അപ്പൊ ആ രൂപത്തിലെ സ്വഭാവം വരുള്ളൂ. അപ്പൊ നമ്മളൊരു കടയിൽ പോയി ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടി എത്ര സമയം ചെലവഴിക്കാറുണ്ട്? ഒരു കടയിൽ കയറി ഒരു ഷർട്ട് എടുക്കാൻ എത്ര സമയം വേണം? നമ്മുടെ ഒരു വീടിന്റെ പ്ലാനിങ് എത്ര സമയം ആലോചിക്കാറുണ്ട്? പക്ഷെ ഒരു പെണ്ണ് കാണാൻ വേണ്ടി എത്ര സമയം എടുക്കാറുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്നിങ്ങനെ നോക്കി പറ്റിയോ? പറ്റൂല. അങ്ങനെ പറ്റിയാൽ പിന്നെ പല വിഷയങ്ങളുണ്ടാവും. അതുകൊണ്ട് പുതിയ കാലത്ത് നല്ല അന്വേഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതും, പുതിയ കാലം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരാള് 2 ടൈപ്പ് ആളുകളുള്ളത്. ഒന്ന്, നാട്ടിൽ ഏറ്റവും നല്ല മനുഷ്യരെ കുറിച്ച് പലരും അന്വേഷിക്കൂല, അവരോട് അന്വേഷിക്കൂല. കാരണം എന്താ? അവർക്ക് ഫോൺ ചെയ്ത് അന്വേഷിച്ച അയാൾ പറയുന്നത് അറിയോ? അവര് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പരാതി പറയും. അയാളോട് അന്വേഷിക്കണ്ട, അറിയും, അയാളോട് ചോദിക്കണ്ട. കാരണം എന്താ? ഇനി ഒരാൾ ഫോൺ ചെയ്ത് ചോദിച്ചു എന്ന് വിചാരിക്കാം, എല്ലാവരുടെയും ഫോൺ റെക്കോർഡിംഗ് ആണ്. അപ്പൊ ഒരാളോട് പറയണം, ചെക്കൻ പോരട്ടോ,
പെൺകുട്ടി നമ്മുടെ കുടുംബത്തിലേക്ക് പറ്റിയതല്ല കേട്ടോ. അപ്പൊ അത് റെക്കോർഡിംഗ് ആയി. ഒരാൾ ചോദിക്കും എന്താ നിങ്ങളത് ഒഴിവാക്കിയത്? എന്നിട്ട് നേരെ ഈ റെക്കോർഡ് ചെയ്ത കോൾ അയാൾക്ക് അയച്ചു കൊടുക്കും. അപ്പൊ അതിനേക്കാൾ വേറെ ഫിത്തനുണ്ടോ? അപ്പൊ ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ? ഒരു പെൺകുട്ടിയെ കുറിച്ച് ഒരു ആൺകുട്ടിയെ കുറിച്ച് ചോദിക്കണോ, കയ്യിൽ റെക്കോർഡിങ്ങും മൊബൈലും ഒന്നും ഇല്ല എന്ന് ഉറപ്പിച്ചിട്ട് മുന്നിൽ വന്നിരിക്കുക, എന്നിട്ട് ചോദിക്കുക എങ്ങനെയുണ്ട്. അപ്പൊ ആൾക്കാർ പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ എന്താ അറിയോ, പറഞ്ഞുതരൂല. ഇന്ന് നടക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ നല്ല ഭാര്യയെ വേണോ, നല്ല ഇണയെ വേണോ, നല്ല കുടുംബത്തിൽ നിന്ന്. അത് തറവാടല്ല, സമ്പത്തല്ല, സൗന്ദര്യമല്ല. എന്നാൽ തറവാടുണ്ടാകാം. നല്ല തറവാട്ട് പറഞ്ഞ നല്ല പെൺകുട്ടികൾ കെട്ടിപ്പോണ്ടേ പോണം. സമ്പത്തുണ്ട് എന്നതുകൊണ്ട് നല്ല പുരുഷന്മാർ അവിടെ പോയി വിവാഹം കഴിക്കണ്ടേ? ആ കുട്ടിക്ക് വിവാഹം വേണ്ടേ? വേണം. സൗന്ദര്യം ഉണ്ട് എന്ന് വിചാരിച്ച ആ കുട്ടിയെ കല്യാണം കഴിക്കണ്ടേ? കഴിക്കണം. അടിസ്ഥാനം എന്താണ്? ഇതൊന്നുമല്ല, ദീനാണ്. അതല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലൊക്കെ വളരെ ഉഷാറായിരിക്കും. ഒരു പക്ഷേ 1-2 കുട്ടികളായാലും വളരെ ഉഷാറായിരിക്കും. ഒരു 10-40 വയസ്സൊക്കെ പിന്നിടുമ്പോഴാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുക. ഞങ്ങൾ നിങ്ങളെ പോലെയൊക്കെ തന്നെയായിരുന്നു പണ്ട് എന്ന് പറയും. പക്ഷെ പ്രായം കൂടുന്തോറും കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ കൂടുന്നു. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം ഈ മതബോധമുണ്ടാകുക, മതത്തിന്റെ സംസ്കാരങ്ങൾ നിലനിർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ നല്ല ദീനുള്ള ഭാര്യ ജീവിതത്തിൽ ഉണ്ടാകുക എന്നത് നമുക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്താണ് നല്ല ദീൻ എന്ന് പറഞ്ഞാൽ? ഒന്ന്, അള്ളാഹുവുമായി നല്ല ബന്ധം പുലർത്തുന്ന ഭാര്യയാകണം. ഭർത്താക്കന്മാരും അങ്ങനെ തന്നെയാകണം. ശുദ്ധമായ വിശ്വാസമുള്ളവരാകണം എന്നത് പ്രധാനപ്പെട്ടതാണ്. ഒരു വീട്ടില് ഒരാൾക്ക് സുന്നത്ത് നോമ്പ് ഉണ്ടാവുമ്പോ സുന്നത്തല്ല നോമ്പ്, വേറൊരാൾക്ക് നോമ്പില്ല. കാരണം എന്താ? ഇവിടെ സുന്നത്തല്ലാത്തൊരു നോമ്പാണ് അനുഷ്ഠിക്കുന്നത്. ഒരാൾ നേർച്ചയുടെ ഭക്ഷണം കഴിക്കുന്നില്ല, ഒരാൾ നേർച്ചയുടെ ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ തന്നെ അവിടെ അഭിപ്രായ വ്യത്യാസം തുടങ്ങിയല്ലോ. അപ്പൊ എന്തുവാണെന്നറിയോ? നല്ല വിശ്വാസവും ആദർശവും ജീവിതത്തിൽ വിവാഹം കഴിക്കുമ്പോൾ സെലക്ട് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ ആരാധനാ കർമ്മങ്ങളിൽ ഒരു ഭാര്യ, ഒരു ഭർത്താവ് ശ്രദ്ധ പുലർത്തുന്ന ആളുകളാകണം. മഗ്രിബിന് ശേഷമോ സുബഹിക്ക് ശേഷമോ ഒരു ഖുർആൻ പഠനം കുടുംബത്തിൽ ഉണ്ടാകണം. ഒന്നുകിൽ മഗ്രിബിന് ശേഷം, അതല്ലെങ്കിൽ സുബഹിക്ക് ശേഷം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു ഖുർആൻ പഠിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒന്നല്ലേ? നമ്മളും നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും ഒന്ന് കൂടിയിരുന്ന് ഒരു 3 ആയത്ത് ഓതി അതിന്റെ വിശദീകരണങ്ങളൊന്ന് വായിച്ച് നമ്മൾ നമ്മുടെ ഭാര്യയോടും മക്കളോടും ആ മൊബൈൽ ഫോൺ ഒന്ന് മാറ്റിവെച്ച് സംസാരിച്ചു നോക്കൂ, എത്ര സന്തോഷമാണ്. അപ്പൊ നമ്മുടെ മോന് 18 വയസ്സുണ്ട്. നമ്മൾ ആ കുട്ടിയെ സത്യത്തിൽ, ഞാൻ എല്ലാവരും അല്ല പറയുന്നത്, തിരക്കുകൊണ്ട് സംഭവിക്കാറുണ്ടോ എന്ന് സൂചിപ്പിക്കാനുണ്ട്. 18 വയസ്സുള്ള ഒരു കുട്ടി എങ്ങനെ നേർക്ക് നേരെ അവന്റെ മുഖമൊന്ന് നോക്കി, അവന്റെ വലുപ്പമൊന്ന് നോക്കി, അവൻ നടന്നു പോകുന്നതൊന്ന് നോക്കി, അവൻ വീട്ടിലേക്ക് വരുന്നതൊന്ന് നോക്കി, നമുക്കതിന് സമയമുണ്ടോ? നമ്മുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ ഒന്ന് ഇങ്ങനെ നിരീക്ഷിക്കാൻ ഓന്റെ എപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? എത്ര നീളം വെച്ചിട്ടുണ്ട്? ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു കാണൽ മാത്രമാണോ? ജസ്റ്റ് ഒന്ന് ഭക്ഷണം കഴിച്ച് അവൻ പോകുന്നത് മാത്രമാണോ? അപ്പോൾ മതം പഠിക്കാൻ കൂടിയിരിക്കുന്ന ഒരു സദസ്സ് വീട്ടിൽ ഉണ്ടാക്കുക എന്നത് അതിൽ പ്രധാന പങ്ക് ഭാര്യക്കാണ്. പ്രധാന പങ്ക് ഭാര്യക്ക. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഭർത്താവ് വന്നു. ആദ്യ ചോദ്യം, നമുക്കെന്നാല് ഖുർആൻ പഠിക്കാനൊന്നും ഇരുന്നാലോ? ആ ചോദ്യം ഭാര്യ ചോദിച്ചാൽ മതി. എന്നാ ഭാര്യ ചോദിച്ചില്ല, അപ്പൊ ഭർത്താവ് ഭാര്യയോട് നമ്മൾ കുറച്ചേരം ഖുർആൻ പഠിച്ചാലോ? മക്കളെ ഇരുത്തി ഖുർആനാണ് വായിക്കുന്നത്, അള്ളാഹുവിന്റെ കലാമാണ് വായിക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിലുള്ള ഇസ്ലാമിക സംസ്കാരങ്ങൾ ഉണ്ടാകണം. എന്റെ ഉമ്മ, എന്റെ ഉപ്പ സത്യസന്ധമായ ദീൻ പുലർത്തുന്നവരാണ് എന്ന് നമ്മുടെ മക്കൾക്ക് തോന്നണം. അഭിനയല്ല, മതം, ദീൻ അഭിനയിക്കാൻ നല്ല സുഖാണ്. അങ്ങനെ അഭിനയിച്ചാൽ മതി, അഭിനയല്ല. നമ്മുടെ മക്കൾക്ക് നമ്മളെ കുറിച്ച് തോന്നണം, എന്റെ ഉപ്പ സത്യസന്ധമായ ദീനുള്ള ഒരാളാണ്, എന്റെ ഉമ്മ ദീനുള്ള ഒരു ഉമ്മയാണ് എന്ന് നമ്മുടെ മക്കൾക്ക് തോന്നണം. കുടുംബനാഥന്മാർക്ക് വലിയ പങ്കുണ്ട്. ഖുർആൻ പറയുന്നത് അറിയോ? വഉമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ വനഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. വഉമുർ അഹ്ലക, നിന്റെ കുടുംബത്തോട് നീ കൽപ്പിക്കണം. അതാണ് അംറാൻ, കൽപ്പിക്കണം. ഉപദേശം ശക്തമായി നിർദ്ദേശിക്കണം. ആര്? ബാപ്പയോ ഉമ്മയോ. എന്തിന്? ബിസ്സലാത്തി, നമസ്കാരത്തെ തൊട്ട് നിന്റെ കുടുംബത്തോട് നീ കൽപ്പിക്കണം. വസ്തബിർ അലൈഹാ, ആ കൽപ്പനയിൽ ക്ഷമ പാലിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കണം. എന്ന് 10 വയസ്സാകുമ്പോഴാണോ? 15 വയസ്സാകുമ്പോഴാണോ?
ഗൾഫിലുള്ള മോനാണോ, നമസ്കാരത്തെ കുറിച്ച് ഫോൺ ചെയ്യുമ്പോ ബാപ്പയും ഉമ്മയും കൽപ്പിക്കണം. വിവാഹം കഴിഞ്ഞ മക്കളാണോ, നമസ്കാരത്തെ കുറിച്ച് കൽപ്പിക്കണം. പ്രായമായ മക്കളാണോ, നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആര് പറഞ്ഞതാ? ഖുർആൻ പറഞ്ഞു, വസ്തബിർ അലൈഹാ, ആ സംസാരം നിങ്ങൾ അവസാനിപ്പിക്കരുത്. ഒരുപാട് ഞാൻ ഇത്ര വയസ്സായില്ലേ, ഇനി നിങ്ങൾ എന്നോട് ഇങ്ങനെ പറയാ എന്നൊക്കെ ചോദിക്കും. ക്ഷമ കൈവിടാതെ അതിൽ മാതാപിതാക്കൾ അടിയുറച്ചു നിൽക്കണം എന്നതാണ് ഒന്നാമത്തെ കൽപ്പന കുടുംബനാഥന്മാരോട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പലപ്പോഴും വലിയ പഠനം, ഗവേഷണം, പാണ്ഡിത്യം ഇതൊക്കെയുള്ള കുടുംബങ്ങളിൽ നിന്ന് ഒരാൾ മരിച്ചുപോയാൽ, അതായത് ബാപ്പ മരിച്ചുപോയാൽ പിന്നെ സുബൈക്ക് അതിന്റെ ഒരാസാറും ആ പള്ളിയിൽ കാണൂല. ബാപ്പ മരിച്ചു, അതോടുകൂടി ആ കുടുംബത്തിന്റെ സുബൈ നിന്ന്. കാരണം എന്താ? അവിടുന്ന് ബാപ്പ മാത്രമേ വരുള്ളൂ. നമ്മളിങ്ങനെ ആളുകളെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചൊക്കെ കുറെ അഭിപ്രായം നമുക്ക് ഉണ്ടാവുമല്ലോ. നമ്മളിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ ഇവിടെയൊക്കെ വാപ്പാരാണല്ലോ, ഓരോ പള്ളിയത്തെയും വാപ്പാര്. നമ്മുടെ പള്ളിയിൽ ഞാനൊരു വാപ്പയാണ്, നിങ്ങളൊക്കെ ഓരോ വാപ്പാരാണ്. ഇതിൽ വെല്ലിപ്പാരുണ്ടാവും. ഇത് എടക്കര പള്ളിയാണ്. ഈ പള്ളിയിൽ ബാപ്പ പള്ളിക്ക് വരുന്നതിന്റെ കൂടെ പള്ളിയിലേക്ക് വരുന്ന 10 വയസ്സ് കഴിഞ്ഞ എത്ര മക്കളുണ്ടാവും? അപ്പൊ നമുക്ക് തന്നെ നമ്മളെ കുറിച്ച് കുറെ സംസാരിക്കാൻ സബ്ജക്റ്റ് ആയി. ഇനി നാട്ടുകാരെ കാര്യം നമ്മൾ വല്ലാതെ പറയണ്ട. നമ്മളെ കുറിച്ച് നമുക്ക് തന്നെ ഇപ്പൊ സംസാരിക്കാൻ സബ്ജക്റ്റ് ആയല്ലോ. ഭാര്യനോട് സംസാരിക്കാം, ഭാര്യക്ക് ഭർത്താവിനോട് സംസാരിക്കാം. അപ്പൊ ഈ വരുന്ന വാപ്പ ഉണ്ടല്ലോ, ഈ വരുന്ന വാപ്പ മരിച്ചുപോയാ പിന്നെ ആരവിടെ വരാനുള്ളത്? കഴിഞ്ഞ്. അപ്പൊ നമുക്ക് എത്ര നീ കൽപ്പിക്കണം നിന്റെ കുടുംബത്തോട്. നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട്, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അല്ലേ, ആ വീട്ടിലാണ് കടന്നുറങ്ങുന്നത്. കൽപ്പിക്കണം മക്കളോട്. രണ്ടാമത്തേത്, നിങ്ങളോട് ഞാൻ ഇങ്ങോട്ടൊരു ഉപജീവനവും ചോദിക്കുന്നില്ല, ഞാനാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്. അല്ല പറയാ, ഞങ്ങളോട് ഇങ്ങോട്ടൊന്നും ചോദിക്കണില്ലല്ലോ, ഞാനല്ലേ നിങ്ങൾക്ക് തരുന്നത്. പള്ളിയിൽ വന്നാൽ കടയിലെ സമയം നഷ്ടപ്പെടും, പള്ളിയിൽ പോയാൽ ഉപജീവനം നഷ്ടപ്പെടും. ഇസ്ലാമിക പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ടൈമും സമയവും വേസ്റ്റ് ആകും. ഇതൊന്നും വരണമെന്നില്ല. 4 ദിവസം പനിയായി ഹോസ്പിറ്റലിൽ കടന്നാൽ മതി. 4 ദിവസം പനിയായി ഹോസ്പിറ്റലിൽ കടന്ന ജീവിതം തന്നെ പോകും. ചെറിയ ഒരു സ്കാനിങ് എടുക്കുമ്പോ ചെറിയ ഒരു ക്യാൻസറിന്റെ ലക്ഷണമുണ്ട് എന്ന് പറയുമ്പോ കമ്പനിന്ന് ഒരാൾ വിളിക്കുക, അക്കൗണ്ടിൽ ഒരു 50 ലക്ഷം രൂപ ബാലൻസ് ഉണ്ട് കേട്ടോ, അത് ഇന്നാൾ ചോദിക്കുന്നുണ്ടാണ്ട് അയച്ചു കൊടുക്കണോ എന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു ഫോണ് ഈ സ്കാനിങ് റിസൾട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ച് നിൽക്കുമ്പോ ഒരു മുതലാളിക്ക് ഇങ്ങനെ വരുമ്പോ അയാളെ മനസ്സിലെന്താ ഉണ്ടാകുക? അയാൾ ഉടനെ ആ റിസൾട്ട് വെച്ചങ്ങാണ്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കില്ല. മൂപ്പർക്ക് 50 ലക്ഷം കേട്ടിട്ടാണ് ഉണ്ടാവില്ല. കാരണം എന്താ? ജീവിതമാണ് ഇവിടെ പോകാൻ പോണേ, അസുഖമാണ് കയറി വരുന്നത്. അപ്പൊ അല്ല പറയാൻ, ഞാനാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്. അതുകൊണ്ട് ഭൗതികമായ വിഭവങ്ങളുടെ ആലോചിച്ചുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ നിന്ന് പിന്മാറരുത്. അന്തിമ ഫലം സമ്പത്തിനല്ല, അന്തിമ ഫലം പദവിക്കല്ല, അന്തിമ ഫലം മക്കളുടെ എണ്ണത്തിനല്ല. അന്തിമ ഫലം അതെന്തിനാണ്? അത് അല്ലാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതക്കാണ്. ഇങ്ങനെ മക്കളെ വളർത്തിയാൽ നമ്മൾ രക്ഷപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 16 വയസ്സായ ഒരു പെൺകുട്ടിയാണ് കൊറിയയിലുള്ള ഒരു സുഹൃത്തിന്റെ മരണം കാരണത്താൽ ആത്മഹത്യ ചെയ്യുന്നത്. അത് കൊറിയയിലുള്ള സുഹൃത്ത് എന്ന് പറഞ്ഞപ്പോ നമുക്ക് അമേരിക്കയിലുള്ള ഒരു സുഹൃത്ത് പോലെ തോന്നിയോ? ചൈനയിലുള്ള ഒരു സുഹൃത്തിനെ പോലെ തോന്നിയോ? ഡൽഹിയിലുള്ള ഒരു സുഹൃത്തിനെ പോലെ തോന്നിയോ? എന്താണ് ഈ കൊറിയയുമായി പുതിയ തലമുറയുടെ ഒരു ബന്ധം? വലിയ ബന്ധം. കൊറിയ എന്ന് പറഞ്ഞ ചില കുട്ടികളൊക്കെ പറയുന്നത്, ഞങ്ങൾ പഠനം കഴിഞ്ഞാൽ കൊറിയൻ ഭാഷ പഠിക്കണം. എന്താ? കൊറിയയിൽ ജോലിക്ക് പോകാനാ? അല്ല, അവർക്ക് BTS-നെ കാണണം, അവർക്ക് ബ്ലാക്ക് പിങ്ക് ടീമിനെ കാണണം. അതുകൊണ്ട് കൊറിയൻ ഹെയർ സ്റ്റൈൽ ആയിപ്പോ ആൺകുട്ടികളൊക്കെ കണ്ണൊക്കെ എഴുതി നടക്കാൻ തുടങ്ങിയില്ല. എന്താന്ന് വെച്ചാൽ ഫുള്ള് കൊറിയൻ ഹെയർ സ്റ്റൈല്, കൊറിയൻ ശൈലി, കൊറിയൻ ഭാഷ, കൊറിയൻ ആക്ഷൻ, കൊറിയൻ ഫുഡ്. ഇങ്ങനെ കൊറിയയുമായി വല്ലാത്ത ഒരു ബന്ധം പുലർത്തുന്ന ഒരു തലമുറ വളർന്നു വരുന്നുണ്ട് ഇല്ലേ? അത് നല്ല ബന്ധാണോ? അല്ല, ഒരു തരം വല്ലാത്ത ഒരു അവരോടുള്ള അധമ്യമായ ഒരു തരം അനുരാഗമാണ്. എന്നെങ്ങനെ വല്ലാതെ പിൻപറ്റുക.
ഇങ്ങനെ കുറെ വാർത്തകൾ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഖുർആൻ പറയുന്നത് അറിയോ? മതബോധമനുസരിച്ച് ഒരു ഉമ്മയും ഉപ്പയും മുന്നിൽ നിന്ന് മക്കളെ വളർത്തിയാൽ, ഞാൻ നിങ്ങളോട് ഉപജീവനം ഒന്നും ചോദിക്കുന്നില്ലല്ലോ, ഞാനല്ലേ നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്. ആത്യന്തികമായ വിജയം ഭക്തിക്കാണ് കേട്ടോ, കുടുംബത്തിൽ നിലകൊള്ളുന്ന ഭക്തിക്കാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തോന്നും ഈ മക്കളൊന്നും വലുതാകണ്ടില്ലേ, ഇതൊക്കെ ചെറുതാകെയായിരുന്നു നല്ലത്. കാരണം എന്താ, വലുതായി കഴിയുമ്പോൾ സന്തോഷം ലഭിക്കേണ്ടത്, ആ സന്തോഷം നഷ്ടപ്പെടും. അപ്പൊ ഇതിനാര് മുന്നിൽ നിൽക്കണം? ഉമ്മയും ഉപ്പയും മുന്നിൽ നിൽക്കണം. രണ്ടാമത്തേത്, ഭർത്താവിനെ അനുസരിക്കുന്ന സ്ത്രീ, ഭാര്യയെ ആദരിക്കുന്ന ഭർത്താവ്, ബാപ്പയെ അനുസരിക്കുന്ന മക്കൾ, ഇത് നിർബന്ധമാണ് ഇസ്ലാമികമായി. ഭർത്താവിനെ അനുസരിക്കുന്ന സ്ത്രീ, ഭർത്താവിനെ ഒരു സ്ത്രീ അനുസരിക്കണം. ഭാര്യയെ ആദരിക്കുന്ന ഭർത്താവ് ഭാര്യയെ ആദരിക്കണം. ബാപ്പയെ അനുസരിക്കുന്ന മക്കൾ, മക്കളോട് പറയാനുള്ള ഒരു സംഗതി, നമുക്കൊരു 19-20 വയസ്സായി, നമുക്ക് നമ്മുടെ ഉപ്പയേക്കാൾ ആരോഗ്യം ഉണ്ടാവും, ഒരു തർക്കമല്ലേ? നമ്മുടെ ഉപ്പ അങ്ങനെ തന്നെയായിരുന്നു. ഉപ്പയുടെ ആരോഗ്യമാണ് നമുക്ക് കിട്ടിയത്, ജനറ്റിക് ആയിട്ട് കിട്ടുന്നതാണ് ഈ ആരോഗ്യം, മസിലൊക്കെ കുറെയൊക്കെ. അപ്പോ നമ്മൾ ഇങ്ങനെ ഒക്കെ സ്വതന്ത്രമായി എല്ലാം. നമ്മൾ വളർന്നു വരുന്ന ഒരു തലമുറ ആലോചിച്ചു നോക്കൂ, എല്ലാവരോടും അല്ല, എന്നാലും ആലോചിച്ച് നോക്കണം. നമ്മുടെ ഉപ്പയും ഉമ്മയും നമ്മളോട് പറയുന്ന എന്ത് കാര്യമാണ് പലപ്പോഴും നാം അനുസരിക്കാറുള്ളതെന്ന് ആലോചിച്ച് നോക്കി. എന്തൊക്കെ കാര്യം? ഒരു നിർദ്ദേശം, ഒരു ബാപ്പ വെക്കുന്ന ഒരു നിർദ്ദേശം ഇല്ല, അതിനെ പൊളിച്ചു. അടുത്തൊരു നിർദ്ദേശം, അതിനെയും പൊളിച്ചു. അപ്പൊ ബാപ്പയും ഈ നിർദ്ദേശം വെക്കാതെ, അപ്പൊ അതൊരു സുഖാണ് നമ്മൾ വിചാരിക്കരുത്. നമ്മൾ കുടുംബജീവിതത്തിലേക്ക് കടന്ന് ഒരു വാപ്പ പറയും, മോനെ നിനക്ക് വിവാഹം കഴിക്കാൻ പ്രായമായില്ലേ, കല്യാണം കഴിക്കണ്ടേ, അത് ബാപ്പാന്റെ ഒരു നിർദ്ദേശമാണ്, അനുസരിക്കണ്ടേ. പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ 10, 20, 21 വയസ്സായില്ലേ, കല്യാണം കഴിക്കണ്ടേ, അനുസരിക്കണില്ല. കല്യാണം കഴിഞ്ഞു, മക്കളെ എന്നും ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുറ്റന്നെ, വീട്ടിലൊന്നും നിൽക്കണ്ടേ, ഉമ്മയോടൊപ്പം നിൽക്കണ്ടേ, ബാപ്പാനോട് സംസാരിക്കണ്ടേ, അനുസരിക്കണ്ടേ, അനുസരിക്കണില്ല. പിന്നെയോ ഒക്കെ തോന്നിയതുപോലെ. ശരിയല്ലല്ലോ, അനുസരിക്കണ്ടേ വാപ്പയും ഉമ്മയും പറയുന്നത്. മറ്റൊന്ന്, ഭർത്താവിനെ അനുസരിക്കുന്ന സ്ത്രീ എന്നത് മതപരമായി പ്രധാനപ്പെട്ടതാണ്. ഇത് അങ്ങാടിയിൽ പറഞ്ഞാൽ ഇസ്ലാമിക വിമർശകർ എന്ത് വിമർശിക്കുമെന്ന പ്രശ്നമല്ല. ലോകത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഒഴുക്കിനനുസരിച്ച് ആളുകൾ നീന്തുകയാണ്. ഒഴുകുന്ന ഒരു നദിയിൽ ഒരാൾ നല്ല സ്പീഡിൽ നീന്തിയിട്ട് ഞാൻ അതിന്റെ മുന്നിലെത്തി എന്ന് പറയുന്നതിൽ വല്ല അത്ഭുതമുണ്ടോ? ഒരു അത്ഭുതമല്ല. ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്നുള്ളത് സുഖകരമാണ്. ഒഴുക്കിനനുസരിച്ച് നീന്തൽ പറ്റുമോ? ഇസ്ലാമിക കുടുംബ വ്യവസ്ഥ നന്നായി തീരണമെങ്കിൽ ഖുർആൻ പറഞ്ഞു, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ കൈകാര്യകർത്താക്കളാണ്. ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദിൻ, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ശ്രേഷ്ഠതകൾ എല്ലാ കാര്യത്തിലും ചിലർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠത നൽകും, അത് ഈ കാര്യത്തിലും നൽകിയിട്ടുണ്ട്. വബിമാ അൻഫഖു മിൻ അംവാലിഹിം, പുരുഷന്മാരാണ് സ്ത്രീകൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടത്. ഫസ്വാലിഹാത്തു, നല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ ഖാനിതാത്തുൻ, അവൾ ഭർത്താവിനെ അനുസരിക്കുന്നവളാണ്. ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, അല്ലാഹു സംരക്ഷിക്കണമെന്ന് പറഞ്ഞ എല്ലാത്തിനെയും സംരക്ഷിക്കുന്നവളാണ് നല്ല സ്ത്രീ. എല്ലാത്തിനെയും, ശരീരം സംരക്ഷിക്കണം, ഭർത്താവിന്റെ സമ്പത്ത് സംരക്ഷിക്കണം, മക്കളെ സംരക്ഷിക്കണം. അപ്പൊ ആരാണ് സ്ത്രീകളുടെ മേൽ കൈകാര്യകർത്താക്കൾ? പുരുഷന്മാരാണ് കൈകാര്യകർത്താക്കൾ. ലീഡർ ആരാ? കുടുംബത്തിന്റെ ലീഡർ ആരാ? ഭർത്താവാണ്. ലീഡർ ഇല്ലാത്ത സ്ഥലം ഉണ്ടാവും. 3 ആളുകൾ ഒരു ഓഫീസിൽ ഉണ്ടാവും, അവിടെ ലീഡർ ഇല്ലേ? ഉണ്ട്. 500 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ, അവിടെ ലീഡർ ഇല്ലേ? ഉണ്ട്. ഒരു സംഘടന, അവിടെ ലീഡർ ഇല്ലേ? ഉണ്ട്. ലോകത്ത് ലീഡർഷിപ്പ് ഇല്ലാത്തത് എന്തിനാ? ലീഡർഷിപ്പ് ക്വാളിറ്റിയെ കുറിച്ച് എല്ലാവരും ക്ലാസ് എടുക്കുകയും അതിന്റെ സൈക്കോളജിക്കൽ വശം പറയുകയും ചെയ്യുന്ന ഒരു കാലത്ത് കുടുംബത്തിന് ലീഡർ വേണ്ടെന്ന് പറയാൻ പറ്റും? ഞങ്ങൾക്ക് ലീഡർ ഒന്നുമില്ല, ഇവിടെ ആരാ ലീഡർ? ഉമ്മ ലീഡറാണ്. പിന്നെ ആരാ ലീഡർ? വാപ്പിൻ ലീഡറാണ്. പറഞ്ഞു വാപ്പാനേക്കാൾ വലിയ ലീഡർ ഉമ്മയാക്കുകയാണ്. എന്താ? സ്ത്രീകളങ്ങൾ അടിച്ചമർത്താണ് ലീഡറാന്ന് പറയുമ്പോ എന്ന് പറഞ്ഞു വരികയാണ്. അല്ല, കുടുംബത്തിന്റെ ലീഡറാരാ? ബാപ്പയാണ്. ആ ബാപ്പ ലീഡറായി നിലനിൽക്കണം. അതെന്തിനാ? പെണ്ണിനെ അടിച്ചമർത്താനാണോ? അല്ല. പ്രവാചകന്റെ കാലത്ത് ഒരു സ്ത്രീ ഭർത്താവ് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് പ്രവാചകന്റെ അടുത്ത് വന്നു.
വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫി, സ്ത്രീകൾക്ക് അവരുടെ ചുമതലകൾ ഉള്ളതുപോലെ തന്നെ തുല്യമായ അവകാശങ്ങളുമുണ്ട്. ഖുർആൻ പറഞ്ഞു സ്ത്രീകൾക്ക് നിങ്ങളോട് ചുമതല മാത്രമല്ല കേട്ടോ, അവർക്കും തുല്യമായ അവകാശമുണ്ട്. വലിരിജാലി അലൈഹിന്ന ദറജ, പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാൾ ഒരു പദവി കൂടുതൽ. ഖുർആൻ അതിന്റെ കൂടെ പറയുന്നു. അപ്പോ സ്ത്രീക്കും എന്ത് നൽകണം? ആദരവ് നൽകണം, പരിരക്ഷ നൽകണം, സുരക്ഷ നൽകണം, സ്നേഹം നൽകണം. പുരുഷൻ കുടുംബത്തിന്റെ നേതൃത്വം വഹിക്കണം. ഇങ്ങനെ ഒരു കുടുംബ സംവിധാനം മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ബാപ്പ എത്ര നിസ്കരിക്കുന്ന ബാപ്പയായിട്ടും കാര്യമല്ല, ഉമ്മ എത്ര ഖുർആൻ ഉമ്മയായിട്ടും കാര്യമല്ല. കുടുംബത്തിന്റെ ലീഡർഷിപ്പ് ബാപ്പ ഏറ്റെടുക്കാതെ ഒരു കുടുംബം പോയാൽ ഒരു കുടുംബം നശിക്കും. ഈ ക്രമം പാലിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ ഉണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കി. കുടുംബത്തിലൊരു വിവാഹം വരികയാണ്, ആപ്പാൻ ഉത്തരവാദിത്തം എന്താ? പൈസ ഉണ്ടാക്കി കൊടുക്കാന്ന് മാത്രം അല്ലല്ലോ. കുടുംബത്തിലൊരു കല്യാണം വരികയാണ്, ആർക്കാ ഉത്തരവാദിത്തം? ബാപ്പാക്കാണ്. ഉമ്മയോട് കൂടിയാലോചിച്ചു. ആ കല്യാണം കഴിയുന്നത് വരെ പിന്നെ ബാപ്പാന്റെ അണ്ടറിലാണ് ആ കല്യാണം നടക്കേണ്ടത്. അല്ലാതെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും പേരക്കുട്ടികളിലെയും അണ്ടറില് കല്യാണം കഴിഞ്ഞിട്ട് ആകെ പടക്കം പൊട്ടിച്ച് ആ കല്യാണത്തിന് വന്ന ആളുകളുടെ എല്ലാ സ്വസ്ഥതയും നഷ്ടപ്പെടുത്തരുത്. ഉപ്പയുടെ കൺട്രോളിൽ ആ വിവാഹം നടക്കണം. അപ്പൊ അത് മാന്യമായ വിവാഹം. കുടുംബത്തിൽ പെരുന്നാൾ വരുന്നു, പുതിയ വസ്ത്രം എടുക്കുന്നു, ആ പിമ്മിയും പോവാ. എന്നിട്ട് ഓരോ ഡ്രസ്സ് എടുക്കുമ്പോഴും ഇതിന്റെ പെൺകുട്ടിക്ക് പറ്റിയതാണോ നോക്കണ്ടേ. ടെക്സ്റ്റൈൽസിൽ പല ടൈപ്പ് ഡ്രസ്സും ഉണ്ടാവും. മുസ്ലിം ഡ്രസ്സ് എടുക്കാണോ അത് ഫുൾ കൈ ഒരു സ്ത്രീക്ക് ഉണ്ടാകുക എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമ. ലോകത്ത് എത്ര ആളുകൾ ഇത് ഫോളോ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റൂല. കേരളത്തിൽ എത്ര ആൾ മാറി എന്നുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. ലോകം ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് തിരിച്ചു വരികയാണ്. നമ്മളാണ് അങ്ങോട്ട് തിരിച്ചു പോവുക. പാശ്ചാത്യർ ഒഴിവാക്കിയതിലേക്കാണ് തിരിച്ചു പോവുക. അതിന്റെ കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിക സംസ്കാരം എല്ലാ കാലത്തും നിലനിൽക്കും. ഒരു ബാപ്പ തീരുമാനിക്കണം അതെന്റെ പെൺകുട്ടിക്ക് പറ്റുമോ. അപ്പൊ ബാപ്പ ആലോചിക്കണ്ടേ ഇതിന്റെ പെൺകുട്ടിക്ക് പറ്റുന്ന ഡ്രസ്സാണോ? ബാപ്പ ആലോചിക്കണ്ടേ ഇങ്ങനൊരു വിവാഹം എന്റെ കുടുംബത്തിൽ നടക്കാൻ പറ്റുമോ എന്ന് ഉപ്പ എന്ത് ചെയ്യണം? ആലോചിക്കണം. അപ്പൊ ഉപ്പ ലീഡർഷിപ്പിൽ ഉണ്ടാകുക എന്നത് പ്രധാനപ്പെട്ടതാണ്. അത് മക്കളും തിരിച്ചറിയണം. കുറച്ച് പ്രായമായി കഴിഞ്ഞു, എങ്ങട്ടാ മോൻ പോയിക്കണേ? ഉമ്മക്കറിയാം, വാപ്പാക്കറിയില്ല. ഉമ്മക്കറി എങ്ങട്ടാ പോയത്? വാപ്പാക്കറിയില്ല. പ്രത്യേകിച്ച് പ്രവാസ ലോകത്തൊക്കെ ആണെങ്കിൽ ഒരു 4-5 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ചില ആളുകളെങ്കിലും കുടുംബത്തിന്റെ നിയന്ത്രണത്തിൽ ഒരു പിടുത്തവുമില്ലാതെ പണം മാത്രം അയച്ചു കൊടുക്കുന്ന ഭർത്താക്കന്മാരായി സങ്കടത്തോടു കൂടി കഴിയുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ ബാപ്പ ലീഡർഷിപ്പിൽ കുടുംബത്തിൽ നിൽക്കണം. ഇല്ലെങ്കിലോ കുടുംബം തകരാറിലാവും. കുറച്ചു കാലൊന്നും കുഴപ്പമുണ്ടാവില്ല. ചില കുടുംബങ്ങളിലെങ്കിലും ഉമ്മയും പ്രായപൂർത്തിയായ മക്കളും അവരുടെ കൂടെ മരുമക്കളും കൂടി ഉപ്പയെ പതുക്കെ സൈഡാക്കുന്ന അവസ്ഥ സമൂഹത്തിലുണ്ട്. ഇവരൊക്കെ ഒന്നായി. ഉമ്മാക്ക് ഞാൻ എന്താ വേണ്ടത്? എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടിയാൽ മതി. എല്ലാ കുടുംബവും അല്ല, അവിടെ വാപ്പ ഒറ്റപ്പെടുകയാണ്. ഒറ്റപ്പെടുത്തരുത് വാപ്പാരെ. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പോൾ നല്ല ഒരു ഉമ്മയാകുക, നല്ല ഒരു ഭാര്യയെ ലഭിക്കുക എന്നത് വലിയ അനുഗ്രഹമായി കൊണ്ട് പറയണം. അതാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ദുനിയാ മതാഉൻ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഐഹിക ജീവിതം എന്നതൊരു വിഭവമാണ്. വഖൈറു മതാഇഹ അൽ മർഅത്തു സ്വാലിഹ, അതിൽ ഏറ്റവും നല്ല വിഭവം എന്ന് പറഞ്ഞാൽ സ്വാലിഹത്തായ നല്ല ഒരു ഭാര്യയെ ലഭിക്കുക എന്നതാണ്. അത് ലഭിക്കാൻ വേണ്ടി നാം യജ്ഞിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക. ആ തരത്തിൽ കുടുംബ സംവിധാനത്തെ മതപരമായി നാം മുന്നോട്ട് കൊണ്ടുപോയാൽ കൺകുളിർമയുള്ള മക്കളെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.